ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയുടെ സഹോദരി റീത്താമ്മ സ്റ്റാൻലിയുടെ മകൾ ടെൽസയും കൂട്ടിക്കൊണ്ട് സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്നതിന് ശേഷം സ്റ്റാൻലിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു മകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നതും ആ കുട്ടിയെ സ്റ്റാൻലി ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് വിവാഹത്തിന് മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയിൽ ജനിച്ച മകളാണ്, എങ്കിൽ പിന്നെ അവളെ തന്നെ വിവാഹം കഴിച്ചുകൂടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്റ്റാൻലി പറയുന്നു, എനിക്കതായിരുന്നു കൂടുതൽ താല്പര്യം, പക്ഷേ എന്തോ അത് നടക്കാതെ പോയി. അതിനുശേഷമാണ് ഞാൻ എൽസമ്മയെ വിവാഹം കഴിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, സ്റ്റാൻലി ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എൽസമ്മയടുത്തും കൂടി ആലോചന ശേഷം തീരുമാനിച്ച പോരായിരുന്നു എന്ന് റീത്താമ്മ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയും, 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ആ പെൺകുട്ടിയിൽ ഇങ്ങനൊരു മകൾ ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അവൾ ഇത്രയും വർഷം അനാഥാലയത്തിലാണ് കഴിഞ്ഞത്, ആരും ആശ്രയമില്ലാത്തൊരവസ്ഥയിൽ. ഇനി ഞാൻ അവളെ സംരക്ഷിക്കണം എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള നാൾ അത്രയും അവളെ ഞാൻ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് എനിക്ക് ജനിച്ച ഒരു മകളുടെ കാര്യത്തിൽ അഭിപ്രായം എൻ്റെ ഭാര്യയോട് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് പറയും. അഥവാ ഞാൻ എൻ്റെ മകളെ ഇവിടെ താമസിപ്പിക്കുന്നതിന് എൽസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന റീതാമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, ഇതെന്ത് തീരുമാനമാണ് സ്റ്റാൻലി, എന്തിനും ഏതിനും ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. ഇത് അന്തസ്സുള്ള കുടുംബക്കാർക്ക് യോജിച്ച മറുപടി അല്ലെന്ന് പറയും. ഞാൻ എൻ്റെ തീരുമാനമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മകളെ ഇവിടെ താമസിപ്പിക്കുന്നതിന് എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും മറുപടി പറയാനേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് ഞങ്ങളങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ട് എൽസയോട് കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷം ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആരും ഇല്ലാത്തവരൊന്നുമല്ല, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. എനിക്ക് അങ്ങനെ ആവട്ടെ റീത്താമ്മയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടെൽസയെ വാ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ടെൽസയ്ക്ക് പപ്പയുടെ കൂടെ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അതിനുശേഷം പറയും, ഞങ്ങളിപ്പോൾ വന്നത് നിങ്ങളുടെ മകളെ കാണാനാണ്, അവൾ എവിടെയാണെന്ന് ചോദിക്കും. അവൾ അപ്സ്റ്റെയറിലാണ്, ഫസ്റ്റ് റൂമാന്ന് പറയും. വാ മോളെ നമുക്കൊന്ന് കാണാമെന്ന് പറയും. അങ്ങനെ ടെൽസയും കൂട്ടിക്കൊണ്ട് റീത്താമ്മ അലീനയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. റൂമിൽ ചെല്ലുന്ന സമയത്ത് അലീന കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നോക്കുമ്പോൾ കാണുന്നത് ഒരു 10-50 വയസ്സിനകത്തുള്ള ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു 9-10 പഠിക്കുന്ന പ്രായമുള്ള ഒരു കുട്ടിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അലീനയെ റീത്താമ്മ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അലീനയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്ത 2 മുഖങ്ങളായിരുന്നു അത്. ആ സമയത്ത് റീത്താമ്മ കുറച്ച് നേരത്തേക്ക് അതിശയം കണ്ടതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അലീനയെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാൻലിയുടെ അമ്മയുടെ അതേ മുഖച്ചേലാണ് അലീനയ്ക്ക്. അപ്പം തന്നെ റീതാമ്മയ്ക്ക് മനസ്സിലാവും, അപ്പോൾ വെറുതെ അല്ല സ്റ്റാൻലി സ്വന്തം മകളെന്ന് സ്ഥാപിച്ച് ഇവിടെ കൊണ്ടിരുത്തേക്കുന്നത്. ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻലിയുടെ അമ്മച്ചിയുടെ കണക്കിരിക്കുകയാണല്ലോ എന്ന് പറയും. ഇനി ഒരു DNA ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, ആരാ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. മനസ്സിലാക്കാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് ടെൽസയെ ഇങ്ങനെ അലീന സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ടെൽസയിൽ എവിടേക്കോ അലീനയുടെ ചെറിയൊരു മുഖച്ചേലൊക്കെ കാണുന്നുണ്ട്. ആ കുട്ടിക്ക് അത്ര നല്ലൊരു സുഖമില്ലാത്തൊരു കുട്ടിയും കൂടിയാണ്. അങ്ങനെ ആ മോളെയും കൂട്ടിക്കൊണ്ട് റീത്താമ്മ അങ്ങ് പോവുകയാണ്. അതിനുശേഷം ആരാന്ന് ചോദിച്ചിട്ട് അവരൊന്നും മറുപടി പറയാത്തതുകൊണ്ട് തന്നെ ആൻറ്റിപ്പൻ ചേട്ടനൊക്കെ ചോദിക്കും, ആൻറ്റിപ്പൻ ചേട്ടാ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയി ഒരു സ്ത്രീയും ഒരു കുട്ടിയായിട്ട് പോയി, അവരാരാ, പപ്പയുടെ ഭാര്യയാണോ എന്ന് ചോദിക്കും. അത് കേണൽ സാറിൻ്റെ ഭാര്യയുടെ ചേച്ചിയാണെന്ന് പറയും. ചേച്ചിയോ, പേര് അത് ഇപ്പോൾ വന്നിട്ട് പോയ ആ ചേച്ചിയുടെ പേര് റീത്താമ്മ എന്നാണ്, ഭാര്യയുടെ പേര് എൽസമ്മ. അപ്പോൾ ആ പെൺകുട്ടി ആരാ, അത് കേണൽ സാറിൻ്റെ ഇളയ മകളാണ്, ടാനിയ മോളെന്ന് പറയും. എന്തു പറ്റി, വല്ലതും ചോദിച്ചോ? ഇല്ല, ഒന്നും ചോദിച്ചില്ല, പെട്ടെന്നങ്ങ് പോയെന്ന് പറയും. അവരൊക്കെ എവിടെ താമസം, അവരൊക്കെ അഞ്ചലാണെന്ന് പറയും. അവരിങ്ങോട്ട് വരുമോ അറിയത്തില്ല, എന്തായാലും നല്ല ദേഷ്യത്തിലാണ് പോയേക്കുന്നതെന്ന് പറയും. ചിലപ്പം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ഒരു ടെൻഷൻ ആവുന്നുണ്ട്. ഇനി ഇവിടെയും പ്രശ്നങ്ങളാണോ, മുമ്പ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നപ്പോൾ അവിടെയും പ്രശ്നങ്ങളായി, ഇനി ഇവിടെയും പപ്പയ്ക്ക് ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അവർ വന്നിട്ട് തന്നെ പുറത്താക്കും, അങ്ങനെയൊക്കെ പല ചിന്തകളും അലീനയുടെ മനസ്സിലോട്ട് കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം റീത്താമ്മ നേരെ അഞ്ചലിൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. റീത്താമ്മയ്ക്ക് അവർ മൊത്തം 5 മക്കളാണ്, 2 സ്ത്രീകളും 3 പുരുഷന്മാരും. അങ്ങനെ അതിനകത്ത് റീത്താമ്മ, എൽസമ്മയും 3 സഹോദരങ്ങളുമാണ്. എല്ലാവരും അഞ്ചലിൽ അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. റീത്താമ്മയാണ് ഏറ്റവും മുതിർന്ന ആൾ. ആ റീത്താമ്മയാണ് എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ
എൽസമ്മയ്ക്കും റീത്താമ്മ പറയുന്ന വാക്കിനൊരു മറുവാക്കില്ല. റീത്താമ്മ നല്ല കാര്യപ്രാപ്തിയുള്ള സ്ത്രീയും എൽസമ്മ എപ്പോഴും പള്ളി പ്രാർത്ഥന അങ്ങനത്തെ ഒരു രീതി നടക്കുന്നൊരിതാണ്. അങ്ങനെ സഹോദരങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. അത്യാവശ്യമായിട്ട് നിങ്ങൾ 3 പേരും വരണമെന്ന് പറയും. അങ്ങനെ അവർ 3 പേരും വീട്ടിലോട്ട് വരുന്ന സമയത്ത് റീത്താമ്മ പറയുന്നുണ്ട്, ഞാനിന്ന് സ്റ്റാൻലിയെ കാണാൻ കുളത്തൂപ്പുഴയ്ക്ക് പോയിരുന്നെന്ന് പറയും. അവിടെ ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായി, നിങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കും. ഞങ്ങളും അറിഞ്ഞിരുന്നു, അഞ്ജലിയൊക്കെ ഇപ്പം അറിഞ്ഞിട്ടുണ്ടല്ലോ വാർത്ത, ഒരു പെൺകുട്ടി അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. ചേച്ചി കണ്ടോ എന്ന് ചോദിക്കും. ഞാൻ കണ്ടു, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് ചോദിക്കും. വല്ല ഫ്രോഡെങ്ങാണോ ആണോ? ഏയ്, അയാൾ പറഞ്ഞ സത്യം തന്നെ, അത് അയാളുടെ മകൾ തന്നെ. അതെന്താ ചേച്ചിക്ക് ഇത്ര ഉറപ്പ്? ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാൻലിയുടെ അമ്മ ചിന്നമ്മയെ കണക്കിരിക്കുമെന്ന് പറയും. ആണോ? ഞാൻ കുറച്ച് നേരത്തേക്ക് അതിശയിച്ച് നോക്കി നിന്നുപോയി. പക്ഷേ അങ്ങനെ നമുക്ക് കൈയൊഴിയാൻ പറ്റത്തില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സഹോദരിയുടെ 3 മക്കൾ അയാൾക്ക് ജനിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അതുകൊണ്ട് തന്നെ എവിടുന്നോ ഒരുത്തി കയറി വന്നിട്ട് അയാളുടെ മകളാണെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കും. എൽസേച്ചി എവിടെ പോയെന്ന് ചോദിക്കും. അവൾ പള്ളിയിൽ പോയേക്കോ. ചേച്ചി എപ്പോഴും പള്ളിയും പ്രാർത്ഥനയായിട്ടൊക്കെ നടന്നാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടായോ? ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു മകളെയും കൂട്ടിക്കൊണ്ട് അയാൾ വന്നു കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിനെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ചേച്ചിക്കില്ലെന്ന് ചോദിക്കും. അവൾക്ക് അതിനൊന്നും വലിയ ചുണയും സാമർത്ഥ്യമൊന്നും ഇല്ലെന്ന് പറയും. എന്തായാലും നമ്മളെല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുക്കണം. ഇനിയും അയാൾക്ക് മറ്റ് പല സ്ത്രീകളിലും മക്കളുണ്ടോ നമുക്കറിയത്തില്ലല്ലോ. ഓരോരുത്തരായിട്ട് വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? അതുകൊണ്ട് തന്നെ അയാളുടെ സ്വത്തുക്കളൊന്നും അങ്ങനെ കൈവിട്ടൊന്നും കളയാൻ പറ്റത്തില്ല. അയാൾക്ക് നേരെ ചൊവ്വേ കല്യാണം കഴിച്ചതിനകത്ത് 3 മക്കളേ ഉള്ളൂ നമ്മുടെ അറിവിൽ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ഒരു സമ്പത്തും ഇവിടുന്ന് കയറി വന്ന ഒരുത്തിക്ക് അനുഭവിക്കേണ്ട ഇവിടുന്ന് കയറി വന്ന ഒരുത്തി അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൽസ വന്നതിന് ശേഷം കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. അവളെയും കൂട്ടിക്കൊണ്ട് കുളത്തൂപ്പുഴയ്ക്ക് പോകണം. അതുപോലെ തന്നെ അയാളുടെ പേരിലുള്ള സ്വത്തുക്കൾ അയാളുടെ മക്കളുടെ പേരിലോട്ട് തന്നെ എഴുതി വെപ്പിക്കാൻ ശ്രമിക്കണം. ഒരു ഷെയർ അയാൾക്കും, അതുപോലെ ഒരു ഷെയർ എൽസയ്ക്കും, ബാക്കി അയാളുടെ മക്കൾക്കും. അതിനുശേഷം അയാൾ ആരെയും കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചോട്ടെ. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. എൽസ വന്നതിന് ശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. നമ്മൾ ഏത് നിമിഷവും കുളത്തൂപ്പുഴയ്ക്ക് പോവും എന്നൊക്കെ റീത്താമ്മ സഹോദരങ്ങളോട് പറയുന്നുണ്ട്. ചേച്ചി എന്ത് തീരുമാനിക്കുന്നു അതുപോലെ, എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയും. ശരി എന്ന് പറഞ്ഞുകൊണ്ട് റീത്താമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.